ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ അവർ പറയാറുണ്ട്, എൻ്റെ ഈ റോട്ടിലൂടെ എൻ്റെ വീട്ടിലേക്കുള്ള റോട്ടിലൂടെ വണ്ടി കൊണ്ടുവന്നാൽ പിന്നെ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതാണ് അതെന്താന്നുള്ളത് ഞാൻ എന്ത് ചെയ്യും, ക്യാമറ വെച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതായത് ഓരോ വീടിൻ്റെ മുറ്റത്തൂടെ നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ എക്സ്പീരിയൻസ്, അതായത് ഇതിലൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ റോട്ടിലൂടെ കൊണ്ടുവന്ന ഒരു 4-5 പ്രാവശ്യം കൊണ്ടുവന്ന ഒരാൾക്ക് എന്തേലും കഴിയുള്ളൂ. അങ്ങനെ അങ്ങോട്ടൊരു റിസ്ക് ഇല്ലാതെ ഇതിലൂടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ഇതിലൂടെ കൊണ്ടുവരാൻ ആദ്യം ഒന്ന് പേടിക്കും. സംഭവം ഒന്നുമല്ല, വണ്ടി തട്ടുമോ എന്നുള്ള പേടിയാണ്. ഫസ്റ്റ് ഈ കണ്ണട, പിന്നെ ഈ ഗ്ലാസ്, പിന്നെ ഈ ഗ്ലാസ്, ഇതെല്ലാം കൂടി ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ മക്കളെ വേറെ ഫീലാണ്. പിന്നെ ഈ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ, അതൊരു അളന്ന് മുറിച്ചിട്ട് ഒരു തിരിക്കലാണ്. അതങ്ങനെയാണ് തിരിച്ചാൽ എവിടെയും തട്ടാതെ നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തും. വണ്ടി എടുക്കുമ്പോൾ തന്നെ ആദ്യം എന്ത് ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും ഞാൻ മുന്നിക്കൊന്ന് എത്ര ഗ്യാപ്പ് ഇല്ലെങ്കിലും മാക്സിമം ഞാൻ വണ്ടി മുന്നിക്കൊന്ന് എടുത്തിട്ടാണ് പിന്നോട്ട് വെക്കല്. ഞാനത് ഒരു ദിവസം അറിയാതെ ബാക്കിലേക്ക് വെച്ചപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞതാണ്, നല്ല കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മുന്നിലേക്ക് ഇറങ്ങണം എന്നാണല്ലോ. അപ്പോൾ ഇതൊന്നും നോക്കണ്ട, കോട്ടും പാൻറ്റൊക്കെ ഉണ്ട് അവിടെ. സംഭവം എന്താണെന്ന് വെച്ചാൽ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് വേണമല്ലോ. നമ്മളെ ബുള്ളറ്റ് സൈഡിൽ കാണുന്നുണ്ട്, നമ്മൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇറക്കിയ ആക്റ്റീവ് നിങ്ങൾക്ക് അവിടെ കാണാം. പിന്നെ നമ്മൾ അളിയൻ്റെ ഒരു ആക്റ്റീവ് ഇപ്പം നിങ്ങൾ കാണും. അതെന്തായാലും ഗ്യാപ്പില്ല. അപ്പോൾ ഒന്നുകൂടി അങ്ങോട്ട് അടുപ്പിച്ചിട്ട് പിന്നിലേക്ക് എടുക്കണം. എന്നിട്ട് നേരെ ബാക്ക് വെച്ച് മുന്നേ വെച്ച് പിന്നെ ബാക്ക് വെച്ചാലാണ് നമ്മൾ വണ്ടി കൊണ്ട് തിരിക്കാൻ കഴിയുള്ളൂ. കാരണം ബൈക്ക് ഉണ്ടായതുകൊണ്ട് ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ മടിയായിട്ടാണ്, വേറെ ഒന്നുമല്ല. അങ്ങനെ കൊണ്ടുള്ളൂ ഇങ്ങനെ എടുത്ത് കിട്ടില്ല. ഓക്കെ, ഇനി നേരെ മുന്നേച്ച് പിന്നെ അവിടേക്ക് ബാക്ക് വെക്കുന്ന സംഭവമുള്ളൂ. അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് ആരുമില്ല, നമുക്ക് അടുക്കളയിലാണ് തോന്നുന്നത്. പിന്നെ പെങ്ങളളിയനും പോയല്ലോ. അപ്പോൾ ചെറിയ ചില്ലറ ചണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ കിച്ചൺ വർക്ക് നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഓരോ ജനൽപ്പൊളി എടുത്തതും മറ്റു കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മൾ ബാക്കിലേക്ക് വണ്ടി വെക്കാം, എന്നാലും ഇപ്പം നമ്മൾ സ്പോട്ടിലെത്തുള്ളൂ. അവിടെ ബൈക്കും ഉണ്ട്, അവിടെയും തട്ടാൻ പാടില്ല. നമ്മളെ ബാക്ക് സൈഡിൽ ചുമരും ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ കാണും ഞാൻ പറഞ്ഞ നേരത്തെ റോഡ്. ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയൊരു മാറ്റമുണ്ട്. ലൈസൻസ് എടുക്കണ്ടെന്നല്ല കേട്ടോ. ഇതിലൂടെ വണ്ടി എടുത്ത് പോയാൽ ലൈസൻസ് എടുക്കുന്ന ആൾക്ക് വളരെ സുഖമായിട്ട് ലൈസൻസ് എടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, വ്യൂ ഒന്ന് കൂടാം. ഇത് ഇങ്ങനെയാണ് പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഓരോ വീടിന് മുന്നിലൂടെ. ഇതാണ് ഞാൻ പറഞ്ഞ റോഡ്. യെസ്, ഇവിടെ എന്താന്ന് വെച്ചാൽ കുറേ ചളിയൊക്കെ ഉണ്ട്. അതെന്താ വെച്ചാൽ ഇവിടെ കണ്ടങ്ങൾ മെറ്റലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺക്രീറ്റ് ഇടാനുണ്ട്. അപ്പൊ അതിന്റെ സംഭവങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. ഇനിയാണ് ടാസ്ക് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ തിരിച്ചെടുത്ത് ഒറ്റ തിരിയല്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാൻ പാടില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വളവ് ഇവിടെയാണ് വരുന്നത്. ഇവിടുന്ന് നമ്മൾ അതേപോലെ ഒന്ന് തിരിച്ചെടുക്കും. അങ്ങനെ റോട്ടിലേക്ക് പോവുകയാണ്. എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ 2 റോഡ് വരും കേട്ടോ. ഇതിലേക്ക് നേരെ അടിയിൽ പോയാല് നമ്മൾ എത്തുക പാണമ്പ്ര NH ഹൈവേ നമുക്ക് എത്തും. പക്ഷെ നമുക്ക് കല്യാണം നടക്കുന്നത് നീരോൽപ്പാലം, ദേവതിയാല് നീരോൽപ്പാലം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം. റൈറ്റിലേക്ക് നമ്മൾ തിരിക്കണം. അതുകൊണ്ട് നമ്മൾ റൈറ്റിൽ തിരിക്കുന്നു, വീണ്ടും പോകും. പിന്നെ പോയി വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ആരും ഇല്ല അവിടെ, കുട്ടികളാരും. ശരിക്കും നമ്മൾ ആ ഏരിയയിൽ നിങ്ങൾ കാണും. ചിലപ്പോൾ അത് നിങ്ങൾ വലിയൊരു പറയാ ഗല്ലിയോ അല്ലെങ്കിൽ വേറെ ഒരു ഏരിയ എന്നൊക്കെ നിങ്ങൾ തള്ളിയാലും അവിടെ ജീവിക്കാനുള്ള ഒരു രസം വേറെ തന്നെ. കുട്ടികളും ഒച്ചപ്പാടും ഫാമിലികളും എല്ലാവരും ഭയങ്കര രസമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും ഒരു സ്കൂൾ തുടങ്ങാനുള്ള കുട്ടികൾ തന്നെ ഉണ്ട് ഞങ്ങളുടെ ഏരിയയിൽ. ഞായറാഴ്ച ആയതുകൊണ്ടോ അറിയില്ല, അല്ലെങ്കിൽ നമ്മളെ വണ്ടി അതിലൂടെ പോകുമ്പോൾ ജാതി മറ്റൊക്കെ ഉണ്ടാവും. മുന്നിൽ അനുഗമിക്കാൻ 6 പേരുണ്ടാവും, ബാക്കില് വേറെ കുറച്ച് ആൾക്കാർ. ചോലൊന്നും ആരൊന്നും കണ്ടിട്ടില്ല കേട്ടോ.
പിന്നെ ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആ മതിലൊക്കെ നിങ്ങൾ കണ്ടില്ല, അതിൻ്റെ ഉള്ളിലാണ് ഞാൻ പഠിച്ച സ്കൂൾ, GMLP സ്കൂൾ കൊയപ്പ.